നമ്മളിന്ന് പറയാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ആദ്യ പാഠമായ ഓൺ എ വെക്കേഷൻ, ഒരു അവധിക്കാലം. അവധിക്കാലത്ത് നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. കൂട്ടുകാരോടൊപ്പം കളിക്കാറുണ്ട്, ഇങ്ങനെ യാത്ര പോകാറുണ്ട്, കുടുംബക്കാരോടൊപ്പം പോകാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അവധിക്കാലത്ത് ക്ലാസ് തുടങ്ങാൻ പോകണം. ഫെസ്റ്റിവൽ ടൈം അറ്റ് മഞ്ചാടിക്കര. Abhinav and Nandana came from town with their parent. Chatted with the grandma. Unni showed them round. ഫെസ്റ്റിവൽ, ഉത്സവം. ടൈം അറ്റ് മഞ്ചാടിക്കര. മഞ്ചാടിക്കരയിലെ ഒരു ഉത്സവ സമയത്ത് അഭിനന്ദ് ആൻഡ് നന്ദന, അഭിനന്ദും നന്ദനയും കെയിം ഫ്രം ടൗൺ വിത്ത് ദയർ പാരൻറ്റ്. അവർ അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ ടൗണിൽ നിന്ന് വന്നു. ചാറ്റഡ് വിത്ത് ഗ്രാൻമ, ഗ്രാൻമയോട് യാത്രാവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഉണ്ണി ഷൗഡ് ദം റൗണ്ട്, ഉണ്ണി ഷൗഡ് കാണിച്ചു കൊടുത്തു, ദം റൗണ്ട് പരിസരങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഫെസ്റ്റിവൽ ടൈം അറ്റ് മഞ്ചാടിക്കര, മഞ്ചാടിക്കരയിലെ ഒരു ഉത്സവ സമയത്ത് അഭിനന്ദും നന്ദനയും അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ ടൗണിൽ നിന്ന് വരികയും ചാറ്റഡ് വിത്ത് ഗ്രാൻമ, ഗ്രാൻമയോട് യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത്. ഉണ്ണി ഷൗഡ് ദം റൗണ്ട്, ഉണ്ണി അവിടുത്തെ പരിസരങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. സൈറ്റ് സീയിങ്, തൊടിയിലെ കാഴ്ചകൾ. അഭിനന്ദ്, നന്ദന ആൻഡ് ഉണ്ണി ഗാദർഡ് ഗൂസ്ബെറീസ്. ഗൂസ്ബെറീസ് പറഞ്ഞ നെല്ലിക്ക, ഗാദർഡ് ശേഖരിക്കുക, പെറുക്കിയെടുക്കുക, കളക്ട്, ആ ഒരു മീനിങ്. അഭിനന്ദ്, നന്ദന ആൻഡ് ഉണ്ണി ഇവർ 3 പേരും ഗാദർഡ് ഗൂസ്ബെറീസ് നെല്ലിക്ക പെറുക്കിയെടുത്തു. ഇപ്പോൾ ഈ പിക്ചറിൽ കാണേണ്ട അവർ 3 പേരും കൂടി ആ നെല്ലിക്ക പെറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പെറുക്കിയെടുക്കുന്ന ടൈമിൽ ഉണ്ണി ചോദിക്കണം, ഉണ്ണി പറയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ദം ഇൻ 10, 10ൻ്റെ ഒരു ഗ്രൂപ്പായി തിരിച്ചാലോ, ഈ നെല്ലിക്കൻ്റെ 10ൻ്റെ ഒരു ഗ്രൂപ്പായി തിരിച്ചാലോ. നെല്ലിക്ക 10ൻ്റെ ഒരു നെല്ലിക്ക, 10 നെല്ലിക്കയുള്ള ആദ്യത്തെ ഒരു ഗ്രൂപ്പ്, പിന്നൊരു ഗ്രൂപ്പ്, പിന്നൊരു ഗ്രൂപ്പ്, അങ്ങനെ 10ൻ്റെ ഒരു ഗ്രൂപ്പായി തിരിച്ചാലോ എന്ന് ഉണ്ണി പറയാണ്. അപ്പോൾ നന്ദന പറയാണ് ക്യാൻ യു സേ ഹൗ മച്ച് ഐ ഗോട്ട്, എനിക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗോട്ട് കിട്ടി എന്നുള്ള, ഹൗ മച്ച് എത്ര. അപ്പോൾ ക്യാൻ യു സേ ഹൗ മച്ച് ഐ ഗോട്ട്, എനിക്ക് എത്ര ഗൂസ്ബെറീസ് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അഭിനന്ദ് പറയാണ് ഐ ഗോട്ട് 23, എനിക്ക് 23 ഗൂസ്ബെറീസ് കിട്ടി എന്നുള്ളത്. സീ ദ ബെറീസ് ഇൻ ഗ്രൂപ്പ്, റൈറ്റ് ദ നമ്പർ. ഇതിൽ എന്താ ഉണ്ണിൻ്റെയും അഭിനന്ദിൻ്റെയും നന്ദനയും കിട്ടിയ ഗൂസ്ബെറീസിൻ്റെ ഒരു ഗ്രൂപ്പുകൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഉണ്ണിൻ്റെ ആദ്യത്തെ ഗ്രൂപ്പിൽ എത്ര നെല്ലിക്കയുണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, അങ്ങനെ നെല്ലിക്കൻ്റെ ആദ്യത്തെ 10 ഗ്രൂപ്പായി തിരിച്ചിട്ടുള്ളതാണ് ഇതിലുള്ളത്. പിന്നെയുള്ള ഗ്രൂപ്പിൽ എത്ര നെല്ലിക്കയുണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 നെല്ലിക്ക. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റിൽ എത്ര നെല്ലിക്കയാണുള്ളത്? 10. പിന്നിലുള്ളത് എത്രയാണ്? 8. അങ്ങനെ 10ഉം 8ഉം കൂട്ടിയാൽ 18 നെല്ലിക്കയാണ് ഉണ്ണിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അഭിനന്ദിന് എത്ര നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് നോക്കാം. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ എത്ര നെല്ലിക്ക ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൽ എത്ര ഉണ്ട്? 10 നെല്ലിക്ക ഉണ്ട്. ഇത് 10ൻ്റെ ആദ്യത്തെ ഒരു ഗ്രൂപ്പാണുള്ളത്. പിന്നെയുള്ള പ്ലേറ്റിൽ എത്ര നെല്ലിക്കയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിലും എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. ഈ 2 പ്ലേറ്റിലും 10 നെല്ലിക്കയുണ്ട്. പിന്നത്തെ പ്ലേറ്റിൽ എത്ര എണ്ണമുള്ളൂ? 1, 2, 3, 3 നെല്ലിക്കയുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റിൽ 10 നെല്ലിക്കയുണ്ട്, പിന്നത്തെ പ്ലേറ്റിലും 10 നെല്ലിക്കയുണ്ട്. അങ്ങനെ 10ഉം 10ഉം 20. പിന്നത്തെ പ്ലേറ്റിൽ എത്ര എണ്ണുള്ളത്? 3 എണ്ണം. അങ്ങനെ 20ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 23 നെല്ലിക്കയാണ് അഭിനന്ദിന് കിട്ടിയിട്ടുള്ളത്. ഉണ്ണിക്ക് എത്ര നെല്ലിക്ക കിട്ടിയിട്ടുള്ളത്? 18 നെല്ലിക്ക. അഭിനന്ദിന് 23 നെല്ലിക്കയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്ദനയ്ക്ക് എത്ര നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് നോക്കാം. നന്ദനയുടെ ആദ്യ പ്ലേറ്റിൽ എത്ര നെല്ലിക്കയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നെല്ലിക്കയുണ്ട്. അതേപോലെ രണ്ടാമത്തെ പ്ലേറ്റിൽ എത്ര നെല്ലിക്കയുണ്ട്? 10 നെല്ലിക്കയുണ്ട്. മൂന്നാമത്തെ പ്ലേറ്റിലും 10 നെല്ലിക്കയുണ്ട്. ഇനി നാലാമത്തെ പ്ലേറ്റിലോ 1, 2, 3, 4, 5 നെല്ലിക്കയാണ് ഉള്ളത്.
ആദ്യത്തെ പ്ലേറ്റിൽ 10, രണ്ടാമത്തെ പ്ലേറ്റിലും 10, മൂന്നാമത്തെ പ്ലേറ്റിലും 10, നാലാമത്തെ പ്ലേറ്റിൽ 5 നെല്ലിക്കയാണുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നന്ദനക്ക് ടോട്ടൽ എത്ര നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്? ആദ്യത്തെ പ്ലേറ്റിലെ 10ഉം രണ്ടാമത്തെ പ്ലേറ്റിലെ 10ഉം കൂട്ടിയാൽ 20 നെല്ലിക്ക. ഈ 20 നെല്ലിക്ക് മൂന്നാമത്തെ പ്ലേറ്റിൽ 10 കൂട്ടിയാൽ 30 നെല്ലിക്ക. ഈ 30 നെല്ലിക്കയും അതിൻ്റെ കൂടെ നാലാമത്തെ പ്ലേറ്റിൽ 5 നെല്ലിക്കയും കൂട്ടിയാൽ 35 നെല്ലിക്കയാണ് നന്ദനക്ക് കിട്ടിയിട്ടുള്ളത്. ഉണ്ണിക്ക് 18 നെല്ലിക്കും അഭിനന്ദിന് 23 നെല്ലിക്കും നന്ദനക്ക് 35 നെല്ലിക്കയാണ് കിട്ടിയിട്ടുള്ളത്. ഹു ഗോട്ട് ദ മോസ്റ്റ് പറഞ്ഞ കൂടുതൽ, ഗോഡ് ലഭിച്ചത്. ഹു ഗോട്ട് ദ മോസ്റ്റ്, കൂടുതൽ ഗൂസ്ബെറീസ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കുന്നത്. ഇതിൽ ആർക്കാണ് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്? ഉണ്ണിക്ക് 18 കിട്ടിയിട്ട് അഭിനന്ദിന് 23, നന്ദനക്ക് 35. അപ്പം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ നെല്ലിക്ക ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? നന്ദനയ്ക്കാണ്. ഈ ഹൂ ഗോട്ട് ദ ലീസ്റ്റ് പറഞ്ഞ കുറവ്, ഏറ്റവും കുറവ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഉണ്ണിക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 18, അഭിനന്ദിന് 23. അപ്പം അങ്ങനെ ആകുമ്പോൾ ഏറ്റവും കുറവ് നെല്ലിക്ക ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ഉണ്ണിക്കാണ്. നീ അതർ ഫ്രണ്ട്സ് ജോയിൻ ദം, മറ്റു ഫ്രണ്ട്സ് അവരുടെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ ആ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, വിൽ യു ഗീവ് അസ് സം, ഞങ്ങൾക്കും കുറച്ച് നൽകുമോ, ഞങ്ങൾക്കും കുറച്ച് നെല്ലിക്ക നൽകുമോ എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ണി പറയാണ്, ഐ വിൽ ഗീവ് യു 4 നമിത, ഞാൻ നിനക്ക് 4 നെല്ലിക്ക തരാമെന്ന്. നന്ദന പറയാണ്, അപ്പോൾ 6 ഫ്രം മീ, ഞാൻ നിനക്ക് എന്നിൽ നിന്ന് 6 നൽകാമെന്ന്. അഭിനന്ദ് പറയാണ്, ആൻഡ് മീ 5, ഞാൻ 5 നെല്ലിക്കയും നൽകാമെന്ന്. ഹൗ മെനി ബെറീസ് ഡിഡ് നമിത ഗെറ്റ്? ഹൗ മെനി ബെറീസ് പറഞ്ഞ ഗൂസ്ബെറീസിനെ, നെല്ലിക്ക. ഡിഡ് നമിത ഗെറ്റ്, നമിതയ്ക്ക് എത്ര നെല്ലിക്ക ലഭിച്ചിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ 4 നെല്ലിക്ക ആര് കൊടുത്തിട്ടുണ്ട്? ഉണ്ണി കൊടുത്തിട്ടുണ്ട്. 6 നെല്ലിക്ക നന്ദനയും കൊടുത്തിട്ടുണ്ട്. 5 നെല്ലിക്ക അഭിനന്ദും കൊടുത്തിട്ടുണ്ട്. അപ്പം 4 പ്ലസ്, ഈ പ്ലസ് എന്നുള്ളത് കൂട്ടണം എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് ഈ പ്ലസ് ഉള്ളത്. പിന്നെ 4 പ്ലസ് 6, 4ഉം 6ഉം എത്രയാണ്? നമുക്ക് എണ്ണി നോക്കാം. 5, 6, 7, 8, 9, 10. 4ഉം 6ഉം 10. ഈ 10ൽ കൂടെ അഭിനന്ദ് കൊടുത്ത 5 നെല്ലിക്കമ്പാടെ കൂട്ടുമ്പോൾ എത്ര നെല്ലിക്ക ലഭിക്കും? 10ൽ കൂടെ 5 കൂട്ടുമ്പോൾ 11, 12, 13, 14, 15. 15 നെല്ലിക്ക നമിതക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 4 നെല്ലിക്ക ആരെ കൊടുത്തിട്ടുള്ളത്? ഉണ്ണി കൊടുത്തു. 6 നെല്ലിക്ക നന്ദന കൊടുത്തു. 5 നെല്ലിക്ക അഭിനന്ദ് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ നമിതക്ക് 15 നെല്ലിക്കയാണ് കിട്ടുക. ദിസ് ഈസ് വാട്ട് ഈച്ച് ഗേവ് നുസ്രത്ത്. ഇനി നുസ്രത്തിന് ഇവർ എത്ര എണ്ണം കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അതിൽ അഭിനന്ദ് എത്ര കൊടുത്തിട്ടുണ്ട്? 3 നെല്ലിക്ക കൊടുത്തിട്ടുണ്ട്. ഉണ്ണി 5 നെല്ലിക്ക, നന്ദന 6 നെല്ലിക്ക. അപ്പോൾ ഹൗ മെനി ഡിഡ് നുസ്രത്ത് ഗെറ്റ്? അങ്ങനെ ആകുമ്പോൾ നുസ്രത്തിന് എത്ര എണ്ണം കിട്ടിയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൽ അഭിനന്ദ് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഉണ്ണി 5ഉം നന്ദന 6ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഭിനന്ദ് കൊടുത്ത 3ഉം ഉണ്ണി കൊടുത്ത 5ഉം ആകുമ്പോൾ എത്രയായി? 3ൽ കൂടെ 5 കൂട്ടിയാൽ 4, 5, 6, 7, 8. ഈ 8ൽ കൂടെ നന്ദന കൊടുത്ത 6 നെല്ലിക്ക കൂട്ടിയാൽ 8ൽ കൂടെ 6 കൂട്ടിയാൽ 9, 10, 11, 12, 13, 14. അപ്പോൾ നുസ്രത്തിന് എത്ര നെല്ലിക്ക ലഭിച്ചിട്ടുണ്ട്? 14 നെല്ലിക്ക ലഭിച്ചിട്ടുണ്ട്. നമിതക്ക് എത്ര എണ്ണം കിട്ടി? 15 നെല്ലിക്കയും നുസ്രത്തിന് 14 നെല്ലിക്കയും കിട്ടി. ഇത് ചോദിക്കുകയാണ്, ഹൗ മെനി മോർ ഡസ് നുസ്രത്ത് നീഡ് ടു ബിക്കം ഈക്വൽ ആസ് നമിത? നമിതക്ക് കിട്ടിയ പോലെ നുസ്രത്തിന് കിട്ടണമെങ്കിൽ എത്ര എണ്ണം കൂട്ടണം എന്നാണ്, എത്ര നെല്ലിക്ക വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണം വേണം? നമിതക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 15 നെല്ലിക്ക. നുസ്രത്തിന് എത്ര കിട്ടിയിട്ടുള്ളത്? 14 നെല്ലിക്ക. അപ്പോൾ 14ന് 15ക്ക് എത്ര എന്നുണ്ടെങ്കിൽ എത്ര നെല്ലിക്ക കിട്ടണം? 1 നെല്ലിക്ക കിട്ടിയാൽ നുസ്രത്തിനും നമിതയുടെ പോലെ 15 നെല്ലിക്ക കിട്ടും. ഇനി അടുത്തതാണ് ഫൈൻഡ് ഇറ്റ്, കണ്ടെത്താനും. ഇതിലൊരു കോളം കണ്ടില്ലേ? ഈ കോളത്തിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്നത്, അതായത് ഇടത് നിന്ന് വലത്തോട്ട് വരുന്ന സംഖ്യ. ഈ കോളത്തിൽ ഇടത് നിന്ന് വലത്തോട്ട് വരുന്നത് ഏതൊക്കെയാണ്? 8, 1, 6. ഇതിനെയാണ് അക്രോസ് നമ്പേഴ്സ്, അതായത് നേരെയുള്ള നമ്പർ എന്ന് പറയുന്നത്, നേരെയുള്ള ലൈനിലുള്ള നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ 8, 3, 4 മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന നമ്പേഴ്സ്, അതായത് ഡൗൺ. അപ്പം ഈ നേരെയുള്ള നമ്പറും മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന നമ്പറും കൂട്ടാനാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് ചോദിക്കുന്നത്. ഫൈൻഡ് ഇറ്റാണ്, കണ്ടെത്താനാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ 8 + 1, 8ൽ കൂടെ 1 കൂട്ടിയാൽ 9, 9 + 6 15, 9ൽ കൂടെ 6 കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 15. ഇനി 3 + 5, 3ൽ കൂടെ 5 കൂട്ടിയാൽ 8, 8
8+7, 8ൽ കൂടെ 7 കൂട്ടിയാൽ 15 കിട്ടും. 8ൽ കൂടെ 7 കൂട്ടിയാൽ 15 കിട്ടും. പിന്നെ 4+9, 4+9 എത്ര? 4ൽ കൂടെ 9 കൂട്ടിയാൽ 13 കിട്ടും. ആ 13ൽ കൂടെ 2 കൂട്ടിയാലും 15 കിട്ടും. ഇങ്ങനെ നേരെയുള്ളതിനെയാണ് അക്രോസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നത്, അതായത് ഡൗൺ, അങ്ങനെ ആകുമ്പോൾ ഇനി മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന നമ്പറും 8+3 11. 8ൽ കൂടെ 3 കൂട്ടിയാൽ 11 കിട്ടും. ആ 11ൽ കൂടെ 4 കൂട്ടിയാൽ 15 കിട്ടും. ഇനി 5+1, ഇനി 1+5, 1ൽ കൂടെ 5 കൂട്ടിയാൽ 6 കിട്ടും. 6ൽ കൂടെ 9 കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും. ഇനി അതേപോലെ 6+7, 6ൽ കൂടെ 7 കൂട്ടിയാൽ 13 കിട്ടും. 13ൽ കൂടെ 2 കൂട്ടിയാൽ 15 കിട്ടും. ഇതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സുമായി നാളെ വരാം.